സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കുറവില്ല. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ കാട്ടാന പശുവിനെ ആക്രമിച്ചു. ദേവികുളം ടൗണിൽ ഇറങ്ങിയ പടയപ്പയെ ഇനിയും ജനവാസ മേഖലയിൽ നിന്ന് തുരത്താൻ സാധിച്ചിട്ടില്ല. തൃശൂർ തെക്കുംകര മേലില്ലത്ത് കാട്ടാന വാഴക്കൃഷി നശിപ്പിച്ചു. നേരിയമംഗലത്ത് കാട്ടുപോത്ത് ഇറങ്ങിയതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. പാലക്കാട് കുഴൽമന്ദത്ത് 2 കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്, സൂരജ് സജി തൃശൂരിൽ നിന്ന്, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. മനുഷ്യ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള വന്യജീവി സാന്നിധ്യം ജനവാസ മേഖലകളിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വീണ്ടും ഇടുക്കിയിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. രാഹുൽ, ഇടുക്കിയിൽ ഈ കാട്ടാനകൾ ഉണ്ടാക്കുന്ന ഭീതിയും ഭീഷണിയും ചെറുതല്ലല്ലോ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫലപ്രദമായി ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? നാട്ടുകാർ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്? അവരെത്രത്തോളം ആശങ്കയിലാണിപ്പോൾ? ഗോപികൃഷ്ണൻ, വലിയ തരത്തിലുള്ള ആശങ്ക ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ച് മേഖലയിൽ ഇടുക്കിയിലുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ചൂട് കൂടിയതോടുകൂടി ആന ഉൾപ്പെടെ നിരവധി ആനകൾ ജനവാസ മേഖലയിലേക്ക് സ്ഥിരം എത്തുകയാണ്. അത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ജനങ്ങൾക്കുണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ചക്കക്കൊമ്പൻ, മുട്ടവാലൻ, പടയപ്പ ഈ പ്രമുഖരായിട്ടുള്ള ആനകളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, ഇത് വനം വകുപ്പിനും വലിയ തരത്തിലുള്ള തലവേദന ആക്കുന്നുണ്ട്. ഒരു തരത്തിലും നമുക്ക് വനം വകുപ്പിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവരുടെ സേനയിലുള്ള ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. അത് കൂടുതൽ ആളുകളെ ഈ വനം വകുപ്പിന്റെ വാച്ചർമാരായിട്ടും അതുപോലെ തന്നെ RRT അംഗങ്ങളായിട്ട് നിയോഗിച്ചാൽ മാത്രമേ ഇതൊരു ശാശ്വതമായിട്ട്, അല്ലെങ്കിൽ ഈ വനം വകുപ്പിനെ കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താനെങ്കിലും കഴിയുകയുള്ളൂ. അത് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് പെട്ടെന്നുണ്ടാകും, പ്രത്യേക RRT സംഘത്തെയൊക്കെ നിയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയണം. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടാകുന്നത്. സരസമ്മ എന്ന് പറയുന്ന ആളുടെ പശുവിനെ ഈ ചക്കക്കൊമ്പൻ അടിക്കുകയായിരുന്നു. ഈ പശുവിന്റെ നടു തളർന്നുപോയി എന്നുള്ളതാണ്, നടു ഒടിഞ്ഞുപോയി എന്നുള്ളതാണ് ഈ സരസമ്മ എന്ന് പറയുന്ന ആൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് സംബന്ധിച്ച് വനം വകുപ്പിൽ പരാതി പറഞ്ഞിരുന്നു. പിന്നീട് ഈ വനം വകുപ്പിന്റെ ആരും തന്നെ ഈ സരസമ്മയെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ പശുവിന്റെ അടുത്ത് വന്ന് നോക്കുകയോ ചെയ്തില്ല എന്നുള്ളതൊരു പ്രധാന പരാതിയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 3-4 ദിവസമായി ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലയിൽ അതിരൂക്ഷമാണ്. വീട് ഉൾപ്പെടെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഈ ചക്കക്കൊമ്പനെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ ചക്കക്കൊമ്പനെ ഓടിക്കുന്നതിന് വേണ്ടി അത് നിന്നിരുന്ന സ്ഥലത്ത് വാച്ചർമാർ തീയിട്ടു എന്നൊരു ആരോപണം കൂടിയുണ്ട്. അങ്ങനെയാണ് ഇത് ഈ ജനവാസ മേഖലയിലേക്ക് കൂടുതൽ അടുത്തു വന്നത്, അങ്ങനെ ഈ പശുവിനെ ആക്രമിച്ചത് എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് ദേവികുളം താലൂക്ക് ആസ്ഥാനമായ ദേവികുളം ടൗണിൽ പടയപ്പ എന്ന കാട്ടാനയും ഇറങ്ങുകയും ചെയ്തു. ഒരുപാട് കാലത്തിന് ശേഷമാണ് പടയപ്പ ഈ ദേവികുളം ടൗണിൽ ഇറങ്ങുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം അത്രത്തോളം ഒരു ഭീകരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന വേണമെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പടയപ്പ എത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനു മുമ്പൊന്നും സമീപകാലത്തൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലേക്ക് ദേവികുളം ടൗണിൽ വരെ പടയപ്പ പോലുള്ള ആനകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ, അതായത് ഈ ആളുകൾക്ക് ധൈര്യത്തോടുകൂടി പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടുക്കിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. രാഹുൽ പറയുന്നു വനം വകുപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സേനയോ മറ്റു സൗകര്യങ്ങളോ ഇല്ല എന്നാണ്. നമ്മൾ ഇതിനു മുൻപും ഇടുക്കിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് കണ്ടതാണ്. സമാന രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് രാഹുൽ? യാതൊരു സംശയമില്ല, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ നിവാസികൾ പോകുമെന്നുള്ള മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അത് സംബന്ധിച്ച സൂചനകൾ നൽകുകയും ചെയ്തതാണ്. കാരണം പലതവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, പലതവണ ജനപ്രതിനിധികളോട് പറഞ്ഞു, എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുമളി സ്പ്രിംഗ് വാലിയിൽ വലിയൊരു പ്രതിഷേധം നടക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. അയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. അയാളുടെ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കണം, ആ കുടുംബത്തെ വനം വകുപ്പ് ഏറ്റെടുക്കണം. മാത്രമല്ല, ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട് കയറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. ആ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. അത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ആ കാട്ടുപോത്തിനെ കാട് കയറ്റാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകും. ആ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കാട്ടുപോത്ത് എവിടെയാണ് നിലവിലുള്ളത് എന്ന് വനംവകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തുമെന്ന്
നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്ര പ്രായോഗികമായി വന്നിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ ആളുകളുടെ പ്രതിഷേധത്തെ ഒരിക്കലും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതൊരിക്കലും തെറ്റായ കാര്യമാണെന്ന് വനം വകുപ്പ് പോലും പറയില്ല. കാരണം അതേ അവസ്ഥയിലേക്ക് വലിയ തരത്തിൽ ബുദ്ധിമുട്ടാകുന്നു. പകൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ പടയപ്പ, ചക്കക്കൊമ്പൻ, ഒട്ടവാൽ എന്നൊക്കെ വിളിപ്പേരുള്ള ആനകൾ വീട് തകർക്കുന്നു. കാട്ടാനകളുടെ നാട്ടിലേക്കുള്ള വരവ്, അതുപോലെ തന്നെ കാട്ടുപോത്ത് പോലെയുള്ള വന്യജീവികളുടെ ആക്രമണ ഭീഷണി, ഇതിന്റെ നടുവിലാണ് ഇടുക്കിയിലെ ജനങ്ങൾ ഇപ്പോൾ കഴിയുന്നത്. വനംവകുപ്പിനെതിരായിട്ടുള്ള പ്രതിഷേധം നാട്ടുകാർക്കിടയിൽ രൂപപ്പെടുന്നുണ്ട് എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നമ്മളോട് പറയുന്നത്. നമുക്കിനി പോകാനുള്ളത് തൃശ്ശൂരിലേക്കാണ്. സമാനമായ ഒരു സാഹചര്യം തൃശ്ശൂരിലുമുണ്ട്. സൂരജ് സജി നമ്മളോടൊപ്പമുണ്ട്. സൂരജ്, തൃശ്ശൂരിൽ പലയിടങ്ങളിലും ഈ കാട്ടാനകളുടെ കൂട്ടത്തോടെയുള്ള സാന്നിധ്യം അത് ആളുകളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പല ദിവസങ്ങളിൽ നമ്മളിത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴിതാ തെക്കുംകര മേലില്ലത്ത് കാട്ടാനകൾ വാഴക്കൃഷി നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കർഷകർക്ക് ഉണ്ടാകുന്നത് കൃഷിനാശം, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ ഭീതി ഉണ്ടാകുന്ന സാഹചര്യം, ഇതൊക്കെ തൃശ്ശൂരിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തി മേഖലകളിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വനംവകുപ്പ് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ, അതല്ല നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ നിലനിൽക്കുകയാണോ? ഗോപി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ള മേഖലയിലാണ് ഈ യഥേഷ്ടം കാട്ടാനകൾ ഇറങ്ങി വിഹരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വാഴാനി മേഖലയിലാകെ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടം തുടർച്ചയായി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മച്ചാട് മേഖലയിൽ അടുത്ത കാലത്തൊന്നും തന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പക്ഷേ ഈ വേനൽ കടുത്തതോടുകൂടി ഇന്ന് ഈ കാട്ടാനക്കൂട്ടം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ആശങ്കയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാവിലെ ഈ മേലില്ലത്ത് ഷാജി എന്ന് പറയുന്ന ആൾ ഈ കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടാണ് പുറത്തിറങ്ങുന്നത്. ആ സമയത്താണ് ഇവരുടെ പുരയിടത്തോട് ചേർന്ന് ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നത്. പിന്നീട് ഈ വീട്ടുകാർ തന്നെ ശബ്ദമുണ്ടാക്കി ഈ കാട്ടാനയെ ആ മേഖലയിൽ നിന്ന് മാറ്റുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വാഴാനി മേഖലയിലെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് അത് ഒരു ആദിവാസി ഊരെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. അവർക്ക് ഈ കാട്ടിലെത്തി വനവിഭവങ്ങൾ പോലും ശേഖരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക്, അതായത് കാടുമായി ഇണങ്ങിക്കഴിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ. അവർ പോലും പറയുകയാണ് കാടിനകത്തേക്ക് എത്തി തങ്ങൾക്ക് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഈ മച്ചാട് വാഴാനി മേഖലകളെല്ലാം തന്നെ പോകുന്നു. അതേസമയത്ത് അതിരപ്പള്ളി മേഖലയിൽ ഇന്നലെയും പ്രകൃതി ഗ്രാമം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടാനശല്യം ഉണ്ടായിരുന്നു. ഈ പ്രകൃതി ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഈ സെക്യൂരിറ്റി ഉൾപ്പെടെ ഈ നിയോഗിച്ചുകൊണ്ടാണ് അവിടെയുള്ള ഈ കാട്ടാനാക്രമണത്തിന് ഒരു പരിഹാരം കാണുന്നതിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ കാട്ടാനക്കൂട്ടം ഈ ടിക്കറ്റ് കൗണ്ടറിനകത്ത് പോലും ഈ തുമ്പിക്കൈ ഉപയോഗിച്ച് ഈ ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെ ആക്രമിക്കുന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. ഈ വനം വകുപ്പ്, നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾ നിസ്സഹായരാണ്. കാരണം ഈ സേനയെ ആധുനികവൽക്കരിക്കുന്ന ഒരു നടപടിയിലേക്കും സർക്കാർ പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ആകെയുള്ളത് ഈ ഏറുപടക്കവും പന്നിപ്പടക്കവും മാത്രമാണ്. ഈ പടക്കം വെച്ച് ആനയെ തുരത്തുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് തങ്ങൾക്കൊന്നും ചെയ്യാനില്ല. തങ്ങളും സാധാരണ മനുഷ്യരാണ്. കാരണം അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനവും ഈ സേനയ്ക്കില്ല എന്നുള്ളതാണ് ഇവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നിസ്സഹായാവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാറി നിൽക്കുന്നു, മറുവശത്ത് ജീവനും ജീവിതവും നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് പൊതുജനങ്ങളുമുള്ളത്. ഗോപി, സുരേഷ് സജിയാണ് തൃശ്ശൂരിലെ സാഹചര്യം നമ്മളോട് വിശദീകരിച്ചത്. പാലക്കാട്ടും സമാനമായ ഭീതിയിൽ തന്നെ നാട്ടുകാർ കഴിയുകയാണ്. കുഴൽമന്ദത്താണ് 2 കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നത്. നമുക്ക് നിഖിൽ പ്രമേഷിലേക്ക് പോകാം. നിഖിൽ, പാലക്കാട്ടെ ഒരു സാഹചര്യം എന്താണ്? അവിടെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഫലപ്രദമായി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ കാട്ടുപന്നികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. നാട്ടുകാർ എന്താണ് അവിടെ പറയുന്നത്? ഗോപീഷ്ണൻ, കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് ഇന്നലെ ഉണ്ടായ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കുഴൽമന്ദത്ത് വിറക് ശേഖരിക്കാൻ പോയ ഒരു വീട്ടമ്മയെ, ഒരു വയോധികയെ കാട്ടുപന്നി വളരെ ഗുരുതരമായി ആക്രമിക്കുകയും അവർക്ക് കാലിന് വളരെയധികം പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്നിപ്പോൾ അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. കുഴൽമന്ദം കാളപ്പെട്ടി വടവടി സ്വദേശിയായിട്ടുള്ള തത്തയ്ക്കാണ്, അവർ 61-കാരിയാണ്, അവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ കാലിൻ്റെ ഒരു ഭാഗം കടിച്ച് പറിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ കാട്ടുപന്നി. ഇതേ തുടർന്ന് അവർക്ക് ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം കഴിഞ്ഞ കുറേ അധികം ദിവസമായി ഏറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കാട്ടുപന്നികളെ വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് കാട്ടുപന്നി എന്ന് മാത്രമല്ല, കാട്ടാനകൾ നിരന്തരം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ
പുലിയെ കാണുന്ന സാഹചര്യം. ഇന്നലെ നെല്ലിയാമ്പതിയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കൂടുതൽ ജനവാസ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ചൂട് കൂടി കനത്ത സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ. കാരണം അവർ പറയുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചാലും RRT സംഘത്തൊക്കെ വിവരം അറിയിച്ചാലും അവർക്ക് ഓരോ മേഖലകളിലേക്കും ഓടിയെത്തുന്നതിന് പരിമിതിയുണ്ട്. ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ സേനയിൽ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലേക്കൊക്കെ ഓടിയെത്തുന്നതിന് വളരെയധികം പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് RRT സംഘത്തിലൊക്കെ തുച്ഛമായ ആളുകളുടെ എണ്ണം മാത്രമാണുള്ളത്. അതുകൊണ്ട് വിവിധ മേഖലകളിലേക്ക് ഓടിയെത്തുന്നതിന് അവർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവി സംഘർഷം ഇങ്ങനെ മനുഷ്യ വന്യജീവി സംഘർഷം ഇങ്ങനെ തുടർക്കഥയായി മാറുകയാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത് വളരെയധികം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗോപി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടുകാരുടെ ജീവിതത്തെ അപായപ്പെടുത്തുന്ന, ആശങ്കയിലാക്കുന്ന സാഹചര്യം തുടരുകയാണ്. ഇടുക്കിയിലും അതുപോലെ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ജനങ്ങൾ ഭീതിയോടെ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വനംവകുപ്പ് വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ അതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് കലർന്ന സൂചനകളും വരുന്നുണ്ട് ഈ ജില്ലകളിൽ നിന്ന്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, അതോടൊപ്പം സുരേഷ് സജി തൃശ്ശൂരിൽ നിന്നും, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്നും.